നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ആത്മീയ പ്രഭാഷണങ്ങൾ സ്വയമേവ ധ്രുവീകരിക്കുവാനും മറ്റുള്ളവർക്ക് യുക്തമായിട്ടുള്ള നിർദ്ദേശം നൽകുവാനും അവസരമുണ്ടായിത്തീരും. പലപ്പോഴും അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഈ മുതൽ മുടക്കുന്നതിന്റെ നേട്ടം, അനുഭവം അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള വരുമാന മാർഗങ്ങളൊക്കെ 2 വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഫലപ്രദമായി തീർക്കുവാനിടയുണ്ട്. സമീപവാസികളെയും ബന്ധുമിത്രാദികളെയും സഹപ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം വിപുലമാക്കിയിട്ട് ആഹ്ലാദത്തോടുകൂടി അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. അവിചാരിതമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ മറ്റൊരു സ്ഥലത്തേക്ക്, ദൂരദേശത്തേക്ക് സ്ഥാനമാറ്റവും സ്ഥാനക്കയറ്റവും ഉണ്ടാകുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളാണോ ഈ ഒരു സ്വീകരിക്കണോ, മറ്റ് ജോലികളൊക്കെ അപേക്ഷിച്ചാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ ഈ ഒരു അവസരത്തെ സ്വീകരിക്കുകയും ഒരുപക്ഷെ ഒരു വർഷം മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്ന് പോകുവാൻ തൊക്കാണ് ദൂരദേശവാസം വേണ്ടിവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ഉദ്യോഗത്തിന്റെ സ്ഥാനക്കയറ്റം സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ചില സൂചനകൾ ലഭിച്ചതിനാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. നാഡീ രക്തദൂഷിജനങ്ങളായുള്ള രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. വിലപ്പെട്ട രേഖകളും പണവും യാത്രാവേളകളിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രാവർത്തികമല്ലാത്തതുകൊണ്ട് ചിലതിൽ നിന്നെല്ലാം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭൂമിക്രയ വിക്രയങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാൻ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. അനുചിത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത്. ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർബന്ധത്താൽ വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനും അന്തിമമായിട്ട് ഈ മാസത്തിന്റെ ഒടുവിൽ തന്നെ അനുമതി ലഭിക്കുവാനും യോഗമുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തൃപ്തികരമായിട്ടുള്ള നിലപാട് അവലംബിക്കുവാനും അതിനെല്ലാം തന്നെ പൂർണ്ണത കൈവരുവാനും യോഗം കാണുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് യോഗ, പ്രാണായാമം എന്നിവ പരിശീലിക്കുവാനും അതിന്റെ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാധ്യതയുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ കൃതാർത്ഥതയും സമാധാനവും ഈ ഉത്തരവാദിത്വങ്ങൾ വേണ്ട വിധത്തിൽ അവലംബിക്കുക എന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു മാസം മുതൽ 2 മണിക്കൂർ കൂടുതൽ പ്രയത്നിക്കാൻ തീരുമാനിക്കുവാനും യോഗമുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഓണം ആചരിക്കുന്നതോടൊപ്പം ആഘോഷത്തിനോടൊപ്പം ദാനധർമ്മങ്ങൾക്ക് പോലും പ്രവർത്തിക്കാനും സഹകരിക്കുവാനുമുള്ള ഒരവസരം വന്നു ചേരുവാനിടയുണ്ട്. അഹംഭാവം ഒഴിവാക്കി സർവരിലും നന്മ കണ്ടെത്തിക്കൊണ്ട് പ്രവർത്തിക്കാനും പ്രയത്നിക്കാനുമുള്ള ഒരവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ പലരിൽ നിന്നും സ്വീകരിക്കുവാനും അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും
ആത്മസംയമനവും ആർജിക്കുവാൻ ഇടവരും. ഉത്സാഹത്തോടു കൂടിയതായിട്ടുള്ള ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും പുണർത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും കൂടുതൽ ജോലിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ടും വിപുലമാക്കുവാൻ ഒരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിദേശത്തു നിന്നും പുത്രപൗത്രാദികൾ വന്നു ചേരുന്നത് വഴി ഓണാഘോഷം വളരെ മംഗളകരമാക്കി തീർക്കുവാനും ഇതിനോടൊപ്പം തന്നെ സഹപ്രവർത്തകരെയും ബാല്യകാലത്തുള്ള സുഹൃത്തുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായിട്ട് കലാകായിക മത്സരങ്ങൾക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണമുള്ളൊരവസരം പോലും സാധ്യത കാണുന്നുണ്ട്. ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഒരു ഭൂമി കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും ഇടയുണ്ട്. അറിവുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിനാൽ വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാൻ സാധ്യത കാണുന്നു. നിർണായകമായുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്നതിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനാൽ സമാധാനവും സ്വസ്ഥതയും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷത്തിന് യോഗം കാണുന്നു. അധികാര പരിധി വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടുകൂടിയതായുള്ള ഒരു ഗൃഹം ലഭിക്കുന്ന വിധത്തിൽ ഉള്ളൊരു ജോലി മാറ്റം ഉണ്ടാകുന്നത് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ അവസരമുണ്ടാകുവാൻ ഇടയുണ്ട്. വിദേശത്ത് ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാസത്തിൽ പാഠ്യപദ്ധതിയൊക്കെ പൂർത്തീകരിക്കുകയും മാസത്തിന്റെ ഒടുവിൽ തൃപ്തികരമായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വേറെ ചിലർക്ക് സ്ഥിരമായിട്ട് വിദേശത്ത് താമസിച്ച് കഴിഞ്ഞ 7-8 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തു വരുന്നവർക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് ചെലവിനങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ, വർധനവ് ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ നിലവിലുള്ള രാജ്യത്ത് നിന്നും മറ്റു രാജ്യത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കാൻ അവസരം വന്നു ചേരും. അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കും. പലപ്പോഴും ദൃഷ്ടിപഥത്തിലുള്ള കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നുള്ള ഒരു ധാരണ ആവുന്നതും ഒഴിവാക്കി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. മാനസികമായിട്ടുള്ള സംഘർഷം ഉള്ളവർക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനും പ്രാവർത്തികമാക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആത്മനിയന്ത്രണം എല്ലാ പ്രകാരത്തിലും ഉണ്ടാകുന്നത് വഴി പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും യോഗം കാണുന്നതുമുണ്ട്. പലപ്പോഴും ജീവിതചര്യയിൽ ഉള്ള നിഷ്കർഷയും ഭക്ഷണ ക്രമീകരണങ്ങളും പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ശുചിത്വ പരിപാലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുവാനിടയുള്ളത് കൊണ്ട് പൊതുജനപ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനിടയുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും
വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും അവധി ദിനങ്ങളിൽ പോലും 1-2 മണിക്കൂർ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള ചിന്തകളും പ്രവർത്തനവും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.